ആകെ 4 പുറം പൊന്തിയും കാടും കെട്ടിക്കെടുക്കണ്. ഇതൊന്ന് നേരാക്കാൻ ഒരാളെ വിളിച്ചാൻ പറഞ്ഞത് കേക്കൂല. കുറച്ച് ചേമ്പിന്റെ തണ്ടൊക്കെ കൊണ്ട് മുറിച്ചണം, എന്നിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. ഇവിടെ അങ്ങനെ നിർത്തിയിട്ട് ഒരു മനസ്സിലായിട്ട് തിന്നൂല്ല. ഫോൺ അടിക്കും. ഹലോ, വലൈക്കും അസ്സലാം. സുഖാണിക്ക, കൊഴപ്പൊന്നുമില്ല. എന്താ നിങ്ങളെ പാട്? ഇമ്മ അതവിടെ ആ പറമ്പില് നടക്കണു. പുല്ലറച്ചാൻ ആള് വന്നിട്ടില്ല എന്നിട്ട് ഏറുടിച്ച് നടക്കാണ്. ഇങ്ങളപ്പിമ്മയും കൂടി ഒരു കണ്ടത്തിൽ ചേരൂല. ഇന്നാലാണെങ്കിലോ ഭയങ്കര സ്നേഹമാണ്. പറഞ്ഞാ കേൾക്കണ ഒരാള്. ഞാൻ എത്ര പറയണുണ്ടെന്ന് അറിയോ? ഒന്നും കേൾക്കൂല. അത് അതിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നീച്ചടക്കും. പിന്നെ ഇങ്ങനെ ഇരുന്നാലും അസുഖങ്ങൾ കൂടന്നല്ലേ ചെയ്യാൻ വിചാരിച്ചിട്ടൊന്നും മുണ്ടൂലേ. അങ്ങനൊക്കെ പോണ്. ഇവിടെ ഇല്ലേ, രാവിലെ പോയതാണ്. ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിട്ടാണ് പറഞ്ഞിട്ടാണ് പോയിന്ന്. ആയിഷ, ആയിഷ, ആൾക്കാരൊക്കെ എവിടെ? പെര കൂടിയത് കൊണ്ട് നേരാക്കിക്കണല്ലോ ഇപ്പൊ. ആയിഷ, ഇക്ക അവിടെ ആരോ വിളിക്കണ്ട്. ഞാനേ പിന്നെ വിളിക്കണ്ട്. ആയിക്കോട്ടെ, ശരി. ആരാടാ വന്ന്? എളയമ്മ, എന്താ ഒന്ന് പറയൊന്നും ചെയ്യാതെ? കൊറേ ആയാലും നിങ്ങളെ കണ്ടിട്ട്. ഒന്നല്ലടി, ഞാൻ പെണ്ണിന്റെ അടുത്ത് പോയി വരുമ്പോളേ ഇങ്ങനെ കേറിയതാണ്. തന്നെ, നിങ്ങൾ ഇരിക്കി. ഇരിക്ക. എന്തൊക്കെയാ എന്നിട്ട് പാട്? സുഖാണ്, കൊഴപ്പൊന്നുമില്ല. എന്താ നിങ്ങളെ പാട്? അങ്ങനെയൊക്കെയാണ് പോണ്. അല്ല, ഇമ്മ എവിടെ? ഇമ്മാനും ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇമ്മ അവിടെ പറമ്പില് നടക്കുന്നുണ്ട്. പണിക്കാരുണ്ടാ പറമ്പില്? ഇല്ല, പണിക്കാരൊന്നുമില്ല. ഇമ്മ വെറുതെ പുല്ലൊക്കെ പറിക്കാനൊക്കെ വേണ്ടിട്ടേ അങ്ങനെ നടക്കാണ്. അല്ല, ഷംസ് വിളിച്ചീന്നാ. ഓനൊക്കെ കണ്ടിട്ട് ഇപ്പൊ എത്ര ആയി? ഓൻ പോയിട്ട് തന്നെ 1 കൊല്ലം 1.5 കൊല്ലൊക്കെ ആയില്ലേ. ഇക്ക വിളിക്കുന്നേന്ന്. അപ്പൊ നിങ്ങൾ വന്നപ്പോ ഞാൻ കട്ടാക്കിയതാണ്. ആരാന്ന് അറിയില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന, ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടുണ്ട് വരാം. ആയിക്കോട്ടെ, ഇന്ന് ഉമ്മാനെ വിളിച്ചിട്ട് വായോ. ഉമ്മാക്കൊന്നും അറിയണ്ട, ഭയങ്കര സുഖാണ്. ഉമ്മാക്ക് നടക്കണ കോലം കണ്ടിട്ടുണ്ടെങ്കിലോ എങ്ങനായാലും ഇപ്പൊ സമാധാനം ഇല്ലാതാക്കണം. അങ്ങനെ ഇപ്പൊ സന്തോഷത്തോടെ നടക്കണ്ടല്ലോ. ഇത്ര സന്തോഷത്തോടെ ഞങ്ങളെ കുടുംബത്തില് ജീവിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ഓളമുള്ളൂ. എനിക്കൊക്കെ എന്ത് മനസ്സമാധാനം ഉള്ളത്. എന്റെ മരോളും മകനും തമ്മിൽ എന്നും തല്ല. പെണ്ണ് ഇന്നിരുന്ന് തന്നെ ഏത് സമയം തിരക്കൂടിങ്ങാണ്ട. ഇവിടുത്തെ പെണ്ണുണ്ടല്ലോ എന്നും നല്ല സ്വഭാവമാണ്. അങ്ങനെ ഇപ്പൊ സന്തോഷത്തിന് ജീവിക്കണ്ട. ഓരോ ഇടയിൽ ഒരു കരട് ഉണ്ടാവണേ നല്ലത്. ഇളയമ്മ വന്നിട്ടുണ്ട്. ഇളയമ്മേ, എന്താ ഒന്നും പറയുകയും ചെയ്യാതെ വന്നാണാവോ? ഇനിയിപ്പൊ എന്താ ഉച്ചക്ക് കൂട്ടാനൊക്കെ കൊടുക്ക? ഒന്നുമില്ലല്ലോ. ഉമ്മ ആന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഉപ്പേരിക്കൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഞാന്. പിന്നെ മിരിയാക്കാന്റെ അടുത്തുനിന്ന് ഞാൻ മീനും മേടിച്ചോളാം. അതാണ് പിന്നൊക്കെ ഒരു ആശ്വാസം ഉള്ളത്. ഇന്ത്യ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും നടക്കൂടി, ഞാൻ വരാം. തുള്ളി ചായക്ക് എന്തെങ്കിലും വെള്ളം വെക്ക, അല്ലെങ്കിൽ കുടിക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കെന്തെങ്കിലും ചെയ്തോളൂ. ആയിക്കോട്ടെ.
ആ നബീസ ഇതെപ്പോഴാ വന്ന്? ഞാൻ അവിടെ പറമ്പിലേന്നടി. ഞാൻ ഇതിപ്പോ ഇങ്ങോട്ട് വന്നിട്ടല്ലേ. ആ ആ ഞാനേ ആ പറമ്പിലൊക്കെ ഒന്ന് നിറയ്ക്കുന്നു. നിറച്ച് പുല്ല് മുളച്ചിക്കണ്. നിന്റെ മാപ്പിളിനേറ്റ് ഞാൻ അത് പറഞ്ഞുങ്ങാണ്ട എന്നും തിരക്ക്. ഇജിപ്പോ എവിടുന്ന വരുന്നത്? ഇങ്ങോട്ട് വെച്ചിട്ട് വന്നതാ? ഞാന് പെണ്ണിന്റെ പോയി വരികന്നെ. ആള് പോയി വരിക. എന്തൊക്കെ എന്നിട്ട് അവളെ വർത്താനൊക്കെ? എന്താപ്പോ കൊഴപ്പൊന്നുമില്ല. ഞാനും തന്നെ ആ പെണ്ണിനെ കൊറേ ആയി കണ്ടിട്ട്. വരണം വിചാരിക്കും, പിന്നെ അതിനിട്ട് പറ്റൂല. പിന്നെ എന്തൊക്കെ എന്നിട്ട് വർത്താനം? സുഖാണ്, കൊഴപ്പൊന്നുമില്ല. എന്താ പന്റെ പാട്? എന്താപ്പ അങ്ങനെക്കാട് പോണ്. അല്ലടി പെണ്ണെവിടെ? പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. പെണ്ണേ ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല. അപ്പൊ എന്താ കൂട്ടായത്തിരി അടുത്തേക്ക് പോയതാണ്. എന്തൊക്കെയാ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടണം എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയതാ. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോത്തിന് വരുണ്ടാവും. ഇന്നിപ്പോ തള്ളന്റെ വരവ് എന്താ സംഭവമാണാവോ? ഷാനു വന്നിക്കണെന്ന് അറിഞ്ഞ്. ഓരെന്തോ ചെക്കന്മാരെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ പോയതാണ്. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു 2 ആഴ്ചയൊക്കെ ആയി ബാംഗ്ലൂരിന്ന് വന്നിട്ട്. 1 മാസത്തെ ലീവ് ഉള്ളു. അപ്പൊ എന്തെങ്കിലുമൊക്കെ കല്യാണൊക്കെ നോക്കണം വെച്ചിട്ടാണ് ഞങ്ങള്. കൂട്ടുകാരന്മാരെടുത്തേക്ക് എന്റെ മകന്റെ ഒരു പെണ്ണിന് ബാക്കിലിരുത്തിങ്ങാണ്ട് ബൈക്കുമ്പോ പോണ്. ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാണ്. എന്റെ പെണ്ണിന്റെ പെരേന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഉണ്ട് ഓനെ അതിന്റെ മുന്നിൽ കൂടെയാണ് പോണ്. അനക്ക് ആള് തെറ്റിയതേക്കാരം. ഓന്റെ പിന്നാലെ ഏത് പെണ്ണ്? ഓനോട് കല്യാണക്കാരൻ വരുമ്പോ ഇപ്പൊ തന്നെ വേണ്ടാന്ന് പറയാനോ. ഈ ഷാനു എന്ത് പണിയാ കാട്ടിയിരിക്കണത്? ഹോളി വെച്ചുകൊണ്ട് ബൈക്കിൽ പോയി. ഇങ്ങനെ ചെക്കനോട് പറഞ്ഞതല്ലേ? അതാണെന്നുണ്ടെങ്കിൽ ഈ തള്ളന്റെ കണ്ണില് കാണും ചെയ്തു. എന്തൊക്കെ പുകിലാണ് അവ ഉണ്ടാവാൻ പോണത്? എന്തപ്പ എനിക്കെന്താ ഓനെ കണ്ടാ മനസ്സിലാവൂലല്ലോ. ഓനൊരു കറുപ്പ് ഷർട്ടല്ലേ ഇട്ടിക്കണത്? ഒരു കറുപ്പ് ഷർട്ട് തന്നെ ഇട്ടിക്കണു. എന്തിയെ? ഓൻ തന്നെയാണ് അത്. ഓനാവാൻ സാധ്യത ഇല്ല. സ്കൂട്ടിയാണ്. സ്കൂട്ടിമ്മൽ തന്നെ. എന്താ ഓളെ ഇരുത്തെന്നറിയോ? ഒരു കെട്ടി പിടിച്ചിട്ടാണ് ഇരിക്കണത്. നാട്ടുകാര് കണ്ടിട്ടുണ്ടെങ്കി എന്തേക്കാര അവസ്ഥ? ഞാൻ പിന്നെ ഒന്നും പറയണില്ല. എന്റെ മകൻ ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ച് ജോലി ഉണ്ടാക്കിയപ്പോ ഇതിനാണ്. അവിടുത്തെ ഏതെങ്കിലും പെണ്ണുങ്ങളേക്കാരം. കണ്ടാലും മതി ആ പെണ്ണിനെ. അനക്കിപ്പോ എന്തായാലും ഒന്നും ഉണ്ടാനൊന്നും ഉണ്ടാവൂലല്ലോ. എല്ലാരും ഇടയിൽ ഇജ്ജ് നല്ല സുഖത്തിലാണ്. ഇപ്പൊ കണ്ടില്ല മക്കള് തോന്നിയ വൈക്ക്. ഇനി പെണ്ണിപ്പോ എങ്ങനെയെന്നുള്ളത് ആർക്കും അറിയാം. ഞാൻ പറഞ്ഞു തോന്നിട്ടോ. എനിക്ക് ഇന്നോടൊന്നും തോന്നണ്ട. എന്റെ മകൻ ചെയ്ത പണി തന്നെയാണ് അത്. ഇളയമ്മ ഇത് കുടിക്കതാ. പിന്നെ നീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇതിവിടെ വന്ന് പറഞ്ഞിരിക്കണെന്നുള്ളതൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ മകന്റെ തൊള്ളയിൽ എടുക്കണ ഞാൻ കേൾക്കേണ്ടി വരും. ഇപ്പത്തെ കാലത്തെ മക്കളൊക്കെ അങ്ങനെയാണല്ലോ. തൊള്ളയിൽ തോന്നിയത് എല്ലാതെ വിളിച്ചൂലല്ലോ.
ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ അത് മാത്രല്ല, മാപ്പിളാര് ഗൾഫിലുള്ള പെണ്ണുങ്ങളും ഉണ്ട്. ഞാൻ എന്റെ മരുമകളെ പറ്റി പറഞ്ഞതല്ല, ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും ഞാൻ പോവാൻ നോക്കട്ടെ. ഇനിയിപ്പോ പോയിട്ടില്ലാന്നുണ്ടെങ്കിലേ ബസ് കിട്ടൂല. അല്ലമ്മ ചോറ് തിന്നിട്ട് പോവാ. ഇപ്പൊ എന്തായാലും ഇത്രയും നേരമായില്ലേ. വേണ്ട, ചോറൊന്നും തിന്നാളെ നേരമില്ല. ഇപ്പൊ പോയാലുള്ളൂ വൈകുന്നേരം ആകുമ്പോത്തിന് അവിടെ എത്താം. ആടോളും കോഴിയോളൊക്കെ ഉണ്ടേ, അപ്പൊ നോക്കണല്ലോ, വേറെ ആരും ഇല്ലല്ലോ നോക്കാനൊന്നും. എന്നാ ഞാനവിടെ ഇറങ്ങട്ടെട്ടാ. ആ ആയിക്കോട്ടെ, എന്നാ ഇത് ചെല്ല്. ആ ഉമ്മ, ഓ എന്നാലും എന്നെ പറ്റിച്ചില്ലടി. ഞാൻ കല്യാണക്കാരൊക്കെ പറയുമ്പോളോ ഓ വേണ്ട പറഞ്ഞിട്ട് ഒഴിവായത് ഇതുകൊണ്ടല്ലേ. ഇമ്മ, ഓൻ പറ്റിക്കൊന്നുമല്ലമ്മ. ഓനക്കൊരു പെൺകുട്ടിനെ ഇഷ്ടാണ്. എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിന്ന്. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി നിക്കേന്ന്. അപ്പളപ്പ ഇളയമ്മ വന്ന് പറഞ്ഞത്. ഏ അപ്പൊ ഇജ്ജും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണല്ലേ. എല്ലാരും കൂടി അത് പറ്റിക്കൂടി ഇമ്മാനെ. എന്നെ പറ്റിക്കാൻ എല്ലാവർക്കും എളുപ്പമാണല്ലോ. എന്തായാലും സമാധാനായി ഇമ്മക്ക്. ഇജ്ജ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോ. ഇമ്മ ആര് പറ്റിച്ചു നിങ്ങൾ ഈ പറയണത്? ഓന് നിങ്ങടെ വന്നോട്ടെ, എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്കൊന്നും അറിയാലോ. പിന്നെ ഇളയമ്മാന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണല്ലേ. കുറച്ചുള്ളത് അതും കൂടി കൂട്ടിയിട്ട് ഇളയമ്മ വന്ന് പറയാ. ഓങ്ങോട്ട് വരാനുള്ള സാവകാശെങ്കിലും ഇങ്ങോട്ട് തരിമ്മ. ഇക്കൊന്നും കേക്കണ്ട. എന്തായാലും ഓൻ ഇങ്ങോട്ട് വരട്ടെ. ഓന്റെ ഈ പൂതി എങ്ങനെ ആയാലും ഞാൻ നടത്തി കൊടുക്കൂല. അതിന് എന്നെ കിട്ടൂല. ഞാൻ പറഞ്ഞ കല്യാണം ഒന്നും ഓനക്ക് കേൾക്കാൻ വെച്ച. അപ്പൊ നീ എവിടെയെങ്കിലും കെടുക്കണ ഒരു പെണ്ണിനെ ഓനക്ക് കല്യാണം കേൾക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ എന്നോടൊന്ന് പറയാ. അത് ഇതുവരെ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഓന്റെ ആ പൂതി നടക്കൂല. ഞാൻ ഇവിടെ നടത്തൂല്ല. ഇതാടി ഇവിടെ ഇങ്ങനെ സൗണ്ട്? അന്റെ സൗണ്ട് അങ്ങാടി കേക്കാണ്ട് ഞാനത് കേട്ടപ്പോ ഇങ്ങോട്ട് വന്നത്. ഇന്റെ സൗണ്ട് കേക്കുണ്ടെങ്കിൽ നന്നായേ ഉള്ളൂ. പഠിച്ചോ എനിക്ക് സൗണ്ട് തന്നിക്കണേ വർത്താനം വരാനൊക്കെയാണ്, അല്ലാതെ മുണ്ടാതെക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങളെ കാര്യം എന്താ വെച്ചാൽ നോക്കിക്കോളി. നിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരണ്ട. എന്താ രസിയ പ്രശ്നം ഇവിടെ? അതിപ്പോ ഇളയമ്മ വന്നീന്നു. ഇളയമ്മ ഷാനുവിനും ഒരു പെണ്ണിനും കൂടി വൈക്കന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞത്. വണ്ടിമ്മ പോവുണ്ടായിരുന്നു എന്നാ ഇവിടെ വന്നിട്ട് പറഞ്ഞ്. ഇപ്പൊ ഇമ്മ ഷാനു ഞാനൊക്കെ കൂടെ ഉമ്മാനെ പറ്റിക്കാണെന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ആകെ സങ്കടം. ആ അങ്ങനെപ്പാ ഇതിന്റെ ഇടയിൽ കൂടെ അതും നടന്ന. അതിനാണ് ഇപ്പൊ ഓള മോകം കറുപ്പിച്ചിട്ട് ഓളങ്ങനെ കണ്ണീര് ഒളിപ്പിച്ച് കണ്ട് നടക്കുന്നത്. ഞാൻ ഉമ്മാനോട് പറയുന്നേ, ഓനെന്തായാലും ഇങ്ങോട്ട് വരട്ടെ. ഇളയമ്മാന്റെ സ്വഭാവം ഉമ്മാക്കൊക്കെ അറിയണതാണ്. ഒന്നുകൂടെ ഒന്ന് കൂട്ടിയിട്ടേ പറയുള്ളൂ. അപ്പൊ ഇമ്മ ഒന്നും പറഞ്ഞ കേക്കണില്ല. എന്താ കാട്ടണ്ടെന്ന് അറിയില്ല. ഓനാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിന്ന് ഓനക്ക് ഇഷ്ടമാണ് ഒരു പെൺകുട്ടീനേന്നൊക്കെ. പക്ഷെ ഓനാണ് ഇങ്ങനെ കാട്ടുന്നൊന്നും വിചാരിച്ചില്ല. അപ്പൊ ഇത് എവിടൊക്കെ എത്തിക്കണമെന്നും അറിയില്ല. എന്തായാലും ഓൻ വരട്ടെ, വന്നിട്ടല്ലേ. ഇനിയിപ്പൊ എന്തൊക്കെയാ ഉണ്ടാവാൻ പോണെന്നാവും. ഉമ്മാക്കാണെങ്കിൽ നല്ല വിഷമം വയ്ക്കണം. ഇപ്പൊ ഞാനും കൂടി ഇതിന് കൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഇന്നെ പറ്റിച്ചില്ല. എല്ലാരും അറിഞ്ഞിങ്ങാണ്ടുള്ള പരിപാടി ഞാൻ മാത്രം അറിഞ്ഞില്ല. പിന്നെ കുടുംബങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ ആകെ നാണം കെട്ടിട്ടുണ്ടാവും. അതിന് റസിയും കൂട്ടിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞില്ല. എങ്ങനെ വളർത്തിണ്ടാക്കിയ ഞാൻ ഓലൊക്കെ. ഇജ്ജ് ഇവിടെ കരയ. ഞാൻ എങ്ങനെ നോക്കി ഉണ്ടാക്കിയതാ ഓനൊക്കെ. ആ ഓനല്ല എന്നോട് ഇങ്ങനെ ചെയ്തത്. ഓനക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഓനക്ക് എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നില്ലേ. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ എന്റെ കുടുംബങ്ങളുടെ ഇടയിലൊക്കെ ഞാൻ ആകെ നാണം കെട്ടി. എന്റെ മകൻ ബാംഗ്ലൂർ പഠിക്കാൻ പോണെന്ന് തന്നെ എല്ലാരും പറഞ്ഞതാണ്, പറഞ്ഞേക്കണ്ടാന്ന്. ഞാൻ അതൊന്നും കേൾക്കാതെ ഞാൻ ഓനെ പറഞ്ഞയച്ചില്ലേ.
ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ അവിടെ പോയിട്ട് വസളായതാണെന്നല്ലേ ആൾക്കാർ പറയുള്ളൂ. ഇങ്ങോക്കൊക്കെ ഇപ്പൊ എന്താ? ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാരും എന്നോടല്ല വിളിച്ചു ചോദിക്ക. ഇജ്ജ് ഇങ്ങനെ ഇരുന്ന് മൂലക്കിരുന്ന് കരട്ടേണ്ട കാര്യമുള്ളൂ. എന്റെ അഞ്ചത്തി വന്നിട്ട് ഓരോന്നും പറഞ്ഞിട്ട് പോകും. ഇജ്ജ് ഇന്നും തുടങ്ങിയല്ലോ. ഓൾ വന്നിട്ട് ഓരോന്ന് പറഞ്ഞു പോക്ക്. ഓൻ വരട്ടെ, ഓൻ വന്നിട്ട് എന്താ സത്യാവസ്ഥ എന്ന് അറിയട്ടെ, എന്നിട്ടൊക്കെ പോരെ. എന്തായാലും വേണ്ടിയില്ല, ഓള് വരട്ടെ, വന്നിട്ട് ഞാൻ ചോദിക്കാം. ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കല്ലേ നല്ലത്. ഞാൻ നടത്തി കൊടുക്കൂല, ഞാൻ സമ്മതിക്കൂല എന്തായാലും. തമ്മിൽ ഒരുമിച്ച് ജീവിച്ചോണെങ്കിൽ ജീവിച്ചോട്ടെ, അത് നമുക്കാണ് നടത്തി കൊടുക്കാം. ഇജ്ജ് എന്റെ കടുംപുറത്തും പിടിച്ചോടെ ഇരിക്കല്ലേ. ഓട് വരട്ടെ, വന്നിട്ട് എന്നോട് പറയട്ടെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ആലോചിച്ച് എന്തായാലും വാടോ വാണ്ടേന്ന്. പിന്നെ ആ പെണ്ണിന്റെ പേരെ പോയിട്ട് നോക്കും വേണം എന്തായാലും. ഈ റസിയാനെ പോലെ തന്നെയാണോ അല്ലേന്ന് നമ്മക്ക് എങ്ങനെ അറിയാം? നല്ലൊരു കുട്ടിനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒന്ന് ഇഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടിയില്ല. എന്റെ കാലം കഴിയോളം ഈ ഒരു പേരന്റെ ഉള്ളിൽ സന്തോഷം സമാധാനം ഉണ്ടാവണം. അതിന് വേണ്ടിട്ട് ഞാൻ നടക്കുന്നത്. ഇപ്പൊ റസിയന്നെ കണ്ടില്ല, എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കൂല. നാട്ടുകാരെ മുന്നിലും അയൽവാസികളെ മുന്നിലൊക്കെ നല്ലൊരു പെൺകുട്ടിയാണ് അത്. എന്നും ഇതേപോലെ പോണം എന്നാണ് എന്റെ ആഗ്രഹം. അതേപോലത്തെ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ വേണ്ട. എല്ലാവർക്കും ഇപ്പൊ അതാണ് താല്പര്യം വെച്ച് ഞാനായിട്ട് എന്തിനാണ് ഇങ്ങനെ നിക്കണത്? ഈ മക്കളെ കാര്യങ്ങൾ തന്നെയല്ലേ വലുത്. ഓന്റെ സന്തോഷം എന്താ വെച്ചാ അത് നടക്കട്ടെ.